പിന്നെ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഒരിക്കൽ വാരണാസിയിൽ പോയി ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ. പുള്ളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മത്സരിച്ച് സ്വന്തം സീറ്റിൽ വരെ പരാജയപ്പെട്ടു. അതുപോലെ മറ്റൊരു മഹതിയാണ് മമതാ ബാനർജി. ബംഗാളിൽ അവരുടെ പാർട്ടി തോറ്റു എന്ന് മാത്രമല്ല, അവർ മത്സരിച്ച സീറ്റിൽ അവർ തന്നെ തോറ്റുപോയി. മൂന്നാമതൊരു മഹാനായിരുന്നു നമ്മുടെ MK സ്റ്റാലിൻ. സ്റ്റാലിൻ്റെ പാർട്ടി പ്രതിപക്ഷത്തായി. സ്റ്റാലിൻ തന്നെയും തെരഞ്ഞെടുപ്പിൽ തോറ്റു. പിന്നെ നാലാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടച്ചങ്കരാണ്. പുള്ളി അങ്ങനെ വെല്ലൊന്നും വിളിച്ചില്ല, എന്നാലും പുള്ളിയും ഇപ്പോൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൂട്ടയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഫ്രം വിക്ടറി ടു വിക്ടറി. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും മോഡി വിരുദ്ധന്മാരും ഒക്കെ പ്രതീക്ഷ വെച്ചിട്ടുള്ളത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലാണ്, CJPയിലാണ്. ഇനി CJP നമ്മെ നയിക്കും. പാറ്റകളുടെ ശല്യം സഹിക്കവയ്യാതെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. എത്ര ദുർബലമായ പ്രതീക്ഷകളിലാണ് നമ്മുടെയൊക്കെ ജീവിതം കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതിന്